ഞാൻ ലോറൻസ് ബാബു, ദി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. അത് ഏവർക്കും അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കഴിഞ്ഞ മാർച്ച് 11 മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുവാൻ പ്രഖ്യാപിച്ചിരുന്ന അവസരത്തിലാണ് ലോകമെമ്പാടും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും COVID-19 എന്ന മഹാമാരി വ്യാപിച്ചു. അതിനെ തുടർന്ന് ഗവൺമെന്റ് സ്വകാര്യ ബസ്സുടമകളോട് സമരം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് മാർച്ച് 10 തന്നെ അവർ സമരം പിൻവലിക്കുകയും സംസ്ഥാന ഗവൺമെന്റിനോടും ജനങ്ങളോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് കോവിഡിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ കഴിഞ്ഞ 2 മാസമായി, കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കഴിഞ്ഞ മാർച്ച് 22 ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ച ദിവസം മുതൽ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ നിശ്ചലമായി സർവീസുകൾ നിർത്തിവെച്ചു. കഴിഞ്ഞ മെയ് 20 വരെ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ആ അവസരത്തിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ജൂൺ 18 നടത്തിയ പത്രസമ്മേളനത്തിൽ ഗതാഗത മേഖല കർശനമായ നിയന്ത്രണങ്ങളോടെ ഭാഗികമായി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തീരുമാനമെടുത്തു. ആ അവസരത്തിൽ തന്നെ നിലവിലുള്ള യാത്രാ നിരക്കിന്റെ 50% വർദ്ധിക്കുവാനും അദ്ദേഹം അനുവാദം നൽകുന്ന വിവരം അറിയിക്കുകയുണ്ടായി. പക്ഷെ അവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 50%, അതല്ല എങ്കിൽ ഒരു സീറ്റിൽ ഒരാൾ എന്ന ക്രമത്തിൽ നിലവിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 50% യാത്രക്കാരെ മാത്രം കയറ്റിക്കൊണ്ട് ബസ്സുകൾ യാത്ര നടത്തണം എന്ന കർശനമായ നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പാലിച്ചുകൊണ്ട് സർവീസ് നടത്തണം എന്ന നിർദ്ദേശം. ആ നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെയും മറ്റു ഉദ്യോഗസ്ഥരെയും സംയുക്ത സമരസമിതിയുടെ നേതാക്കൾ 20 കാണുകയും അവരുടെ ശക്തമായ പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുകയും. അപ്പോൾ സർക്കാർ ഞങ്ങളോട് പറഞ്ഞത്, സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട്. SLC പരീക്ഷയും അതുപോലെ പ്രീ ഡിഗ്രി പരീക്ഷയും ഒക്കെ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളും സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ തീർച്ചയായും പ്രതിബദ്ധതയുള്ള സംഘടനകൾ എന്ന നിലയിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഘട്ടം ഘട്ടമായി സർവീസ് ആരംഭിക്കുമെന്ന് ഗവൺമെന്റിനെ അറിയിക്കാനുണ്ടായി. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നത് കോവിഡ് കാലത്തേക്ക് ഈ നോട്ടിഫിക്കേഷൻ, ഈ പാക്കേജ് കോവിഡ് ഉള്ള കാലത്തോളം നിലനിൽക്കും എന്ന് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി ഈ നോട്ടിഫിക്കേഷൻ ഇറക്കി 2 ആഴ്ച തികയുന്നതിന് മുമ്പായി ആ നോട്ടിഫിക്കേഷൻ പിൻവലിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ജൂൺ 1 ബഹുമാനായ മുഖ്യമന്ത്രി ഈ മാനദണ്ഡങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട്, സാമൂഹ്യതലം എന്ന് പറയുന്ന മാനദണ്ഡം അപ്പാടെ എടുത്തു കളഞ്ഞുകൊണ്ട് സ്വകാര്യ ബസ്സുകളിലെ മുഴുവൻ സീറ്റുകളിലും യാത്രക്കാർക്ക് ഇരുന്ന് യാത്ര ചെയ്യാമെന്നുള്ള അനുവാദം നൽകിയുണ്ടായി. അതേസമയം വർദ്ധിപ്പിച്ച 50% ടിക്കറ്റ് നിരക്ക് പിൻവലിക്കുകയും
2018 നിരക്കിലേക്ക് പോകുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ വാർത്ത സംസ്ഥാനത്തെ ബസ്സുടമകളെ സംബന്ധിച്ച് വളരെ ഞെട്ടലോടെയാണ് അവർ കേട്ടത്. കാര്യം മറ്റൊന്നുമല്ല, പകുതി യാത്രക്കാരെ വെച്ച്, അതായത് 50% യാത്രക്കാരെ വെച്ച് സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പാലിച്ചുകൊണ്ട് സർവീസ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ 50% ടിക്കറ്റ് നിരക്കിന്റെ വർധനവ് അവർക്ക് ലഭിക്കുമായിരുന്നു. അപ്പോൾ പോലും നഷ്ടം സഹിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവുമുള്ള ഓരോ ട്രിപ്പുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ട്രിപ്പുകളിലും 4ഉം 5ഉം യാത്രക്കാരെ വെച്ചാണ് ഈ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നത്. 1ഓ 2ഓ ട്രിപ്പുകളിൽ അനുവദനീയമായ ഈ ആളുകൾ ഉണ്ടാകുമെന്നൊഴിച്ചാൽ ബാക്കി എല്ലാ ട്രിപ്പുകളും വളരെ നഷ്ടത്തിലും കഷ്ടത്തിലുമാണ് ഇവർ സർവീസ് നടത്തി മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രധാന കാര്യം, അന്നത് പറയുമ്പോൾ തന്നെ 7 മണി മുതൽ 7 മണി വരെയാണ് ബസ്സുകൾക്ക് സർവീസ് നടത്തുവാനുള്ള സമയവും നിശ്ചയിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ട്രിപ്പുകളും സർവീസ് നടത്താൻ കഴിയാത്ത ഒരു ദുർഗതിയും ഈ ബസ്സുടമകൾക്കുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ സർവീസ് നടത്തിയ അവസരത്തിലാണ് ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത പ്രഖ്യാപനം വരുന്നത്. ജൂൺ 1-ാം തീയതിയാണ് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സോഷ്യൽ ഡിസ്റ്റൻസിംഗ് എന്ന മാനദണ്ഡം എടുത്തു മാറ്റുന്നു, എല്ലാ സീറ്റിലും യാത്രക്കാരെ ഇരുത്തിക്കൊണ്ടു പോകാം, അതേസമയം ചാർജ് വർധന 2018 പഴയ നിരക്കിലേക്ക് പോകും എന്ന വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞത്. അതോടുകൂടി ഈ വ്യവസായത്തിന്റെ അസ്ഥിവാരം തന്നെ ഇല്ലാതായി എന്ന് പറയാം. ഈ പ്രഖ്യാപനം ഉണ്ടായ ജൂൺ 1-ാം തീയതി തൊട്ടടുത്ത ദിവസം തന്നെ സംസ്ഥാനത്തെ സംയുക്ത ബസ്സുടമ സംഘത്തിന്റെ ഭാരവാഹികൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ കാണുകയും നമ്മുടെ ശക്തമായ പ്രതിഷേധവും അമർഷവും വേദനയും എല്ലാം ഗവൺമെന്റിനെ അറിയിച്ചു. ഇതുമായി മുന്നോട്ടു പോകുവാൻ, നഷ്ടം സഹിച്ചുകൊണ്ട് സർവീസുകൾ നടത്തുവാൻ സംസ്ഥാനത്തെ ബസ്സുടമകൾക്കാവില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കിയുണ്ടായി. പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ, ഗവൺമെന്റ് എടുത്ത തീരുമാനവുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഗവൺമെന്റ് 1-ാം തീയതി തീരുമാനമെടുത്ത് 2-ാം തീയതി ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചുവെങ്കിലും നോട്ടിഫിക്കേഷൻ ഇറക്കാൻ കഴിഞ്ഞത് 2-ാം തീയതി രാത്രി മാത്രമാണ്. എന്നാൽ KSRTC ആകട്ടെ, മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ KSRTCയുടെ CMD, KSRTCയുടെ എല്ലാ ഡിപ്പോകൾക്കും നാളെ മുതൽ KSRTC പഴയ നിരക്കിൽ സർവീസ് നടത്തണം എന്ന ഉത്തരവ് നൽകിയിട്ടുണ്ടായി. ഇത് തികച്ചും ഖേദകരമാണ്. കാരണം മറ്റൊന്നുമല്ല, KSRTCക്ക് നഷ്ടപ്പെടുവാൻ യാതൊന്നുമില്ല. KSRTCയെ സംബന്ധിച്ച് ആവശ്യമായ എല്ലാ സഹായങ്ങളും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നുണ്ട്. കഴിഞ്ഞ മാസം ശമ്പളം നൽകുന്നതിന് KSRTCക്ക് 60 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് നൽകിയത്. ഈ മാസം 69 കോടി രൂപയും നൽകി. ഇവിടെ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ബഹുഭൂരിപക്ഷവും സർവീസ് നിർത്തിയിട്ടു. ഇന്ന് സംസ്ഥാനത്ത് ഏതാണ്ട് 1000-ൽ താഴെ സർവീസുകൾ മാത്രമാണ് സ്വകാര്യ മേഖലയിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജൂൺ 1-ാം തീയതിയിലെ കണക്ക് പരിശോധിച്ചാൽ, അതുപോലെ തന്നെ 2-ാം തീയതിയിലെയും കണക്ക് പരിശോധിച്ചാൽ KSRTCയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന നഷ്ടം, സ്വകാര്യ മേഖലയിലെ ബസ്സുകൾ ഓടിയില്ല എങ്കിൽ, ഇവിടെ സംസ്ഥാനത്തെ ബസ്സുകൾ ഓടിയില്ല എങ്കിൽ KSRTCക്ക് വലിയ ലാഭം പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷേ KSRTCക്ക് കഴിഞ്ഞ 2-ാം തീയതിയിലെത്തി ഇന്നലത്തെ നഷ്ടം എന്ന് പറയുന്നത് 72 ലക്ഷത്തിലധികം രൂപയാണ്. നേരത്തെ 12 ദിവസം ഗതാഗത മേഖല പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത മെയ് 20-ാം തീയതി മുതൽ ജൂൺ 1 വരെയുള്ള 12 ദിവസത്തെ കാലയളവിൽ 12 ദിവസം KSRTC സർവീസ് നടത്തിയപ്പോൾ KSRTCക്കുണ്ടായ നഷ്ടം
6,72,00,000 രൂപയാണ്. എന്ന് പറയുമ്പോൾ പ്രതിദിനം 50 ലക്ഷം രൂപയിലധികം നഷ്ടം വന്നുകൊണ്ടിരുന്ന KSRTC ഇവിടെ സ്വകാര്യ ബസ്സുകൾ നിലച്ചിട്ട് പോലും ഏതാണ്ട് 1,679 സർവീസുകൾ സർവീസ് നടത്തിയിട്ട് ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് 72 ലക്ഷം രൂപയാണ്. ഇവിടെ KSRTC ആയാലും ശരി, സ്വകാര്യ മേഖലയായാലും ശരി, ലാഭനഷ്ടം കൂടാതെ സർവീസ് നടത്തണമെന്നുണ്ടെങ്കിൽ കിലോമീറ്ററിന് 46 രൂപ വെച്ച് കിട്ടണം. KSRTC സംബന്ധിച്ച് കഴിഞ്ഞ 12 ദിവസം മെയ് 20 മുതൽ ജൂൺ 1 വരെ നടത്തിയ കാലയളവിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന കിലോമീറ്റർ നിരക്ക് എന്ന് പറയുന്നത് 26 രൂപ മാത്രമാണ്. എന്നാൽ ഇവിടെ ജൂൺ 1 ശേഷം സ്വകാര്യ ബസ്സുകൾ കൂടുതലായി നിലയ്ക്കുകയും KSRTC സർവീസ് ആരംഭിക്കുകയും ചെയ്തപ്പോൾ, നടത്തുകയും ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയത് കേവലം 18 രൂപ മാത്രമാണ്. ഏതാണ്ട് 7 രൂപയോളം കിലോമീറ്റർ നിരക്കിൽ തന്നെ അവർക്ക് കുറവുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ നാട്ടിലെ, ഈ സംസ്ഥാനത്തെ, ഈ ദേശത്തെ സ്വകാര്യ ബസ് വ്യവസായം നിലനിൽക്കണം. അത് നാടിന്റെ ആവശ്യമാണ്. സ്വകാര്യ ബസ് വ്യവസായം കേരളത്തിൽ ഇല്ലാതായാൽ അത് ഈ നാടിന് ആപത്താണ്. നിങ്ങൾക്കറിയാം, 2011 കാലഘട്ടത്തിൽ കേരളത്തിൽ 34,000-ഓളം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നു. ഇന്നത് ചുരുങ്ങി 12,500 സ്വകാര്യ ബസ്സുകളായി എന്ന് പറയുമ്പോൾ ആ വ്യവസായത്തിന്റെ വികസനം എത്രമാത്രമാണെന്ന് ഊഹിക്കുവാൻ നമുക്ക് കഴിയും. ഇവിടെ സ്വകാര്യ ബസ് മേഖല നശിച്ചുകൊണ്ടേയിരിക്കും. പല പത്രമാധ്യമങ്ങളും എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഈ വ്യവസായത്തെ സംരക്ഷിക്കണം എന്ന പൊതുജനത്തിന്റെ ശബ്ദം പത്രമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചെവി തുറക്കേണ്ടത്, കണ്ണു തുറക്കേണ്ടത് പത്രമാധ്യമങ്ങൾ മാത്രമല്ല, ഈ വ്യവസായത്തെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥരായ സംസ്ഥാന ഗവൺമെന്റാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയുവാനുള്ളത്, ഈ വ്യവസായം സംരക്ഷിക്കപ്പെടും. ഈ വ്യവസായം എന്നല്ല, കേരളത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ജീവനാഡിയായ പൊതുഗതാഗതം സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് യാതൊരു സംശയമില്ല. പൊതുമേഖല എന്ന് പറയുമ്പോൾ, പൊതുഗതാഗതം എന്ന് പറയുമ്പോൾ അത് പൊതുമേഖലയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പൊതുഗതാഗത മേഖല എന്ന് പറയുമ്പോൾ പൊതുമേഖലയും സ്വകാര്യ മേഖലയും കൈകോർക്കുന്ന, ഒന്നുചേരുന്ന ഒന്നാണ് പൊതുഗതാഗത മേഖല എന്ന് ചിന്തിക്കേണ്ട അവസരം വൈകിയിരിക്കും. പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെ സംരക്ഷണം നൽകിക്കൊണ്ട് ഈ നാട്ടിനെ സംരക്ഷിക്കുവാൻ, ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ, ഈ വ്യവസായത്തെ സംരക്ഷിക്കുവാൻ, അതുപോലെ തന്നെ കേരളത്തിലെ സാധാരണക്കാരുടെ യാത്രാമാധ്യമമായ ഈ വ്യവസായത്തെ സംരക്ഷിക്കുവാൻ സർക്കാർ മുന്നോട്ട് വരണം. അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഫെഡറേഷൻ.